ഈ ബാസപ്പടി കേസിലെ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ വിധിയിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കിപ്പം ജിജീഷ് കരുണാകരനും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസും ചേരുന്നുണ്ട്. നമുക്ക് ജിജീഷിലേക്ക് പോകാം. ജിജീഷ്, അതായത് ഈ CMRL എന്ന കമ്പനി, അതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. മാറി മാറി വന്ന ഇടത് വലത് സർക്കാർ ഊട്ടി വളർത്തിയ ഒരു അനധികൃത കമ്പനിയാണ് ഈ CMRL എന്ന് പറയുന്നപ്പോൾ CMRL ശശിധരൻ കർത്തയ്ക്കും മകനും ഒക്കെ തിരിച്ചടിയാണ്. അതായിക്കോട്ടെ, എന്തായാലും കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ എന്നുള്ള CPM-ന്റെ സ്ഥിരം പല്ലവി ഇതോടെ പൊളിയുകയില്ലേ? കാരണം ഹൈക്കോടതിയാണ് ഇപ്പോൾ ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണാം ഈ വിധി പ്രസ്താവത്തെ? അശ്വതി, ഏറ്റവും സുപ്രധാനമായ ഒരു വിധി എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശകലനം ചെയ്യാൻ കഴിയും, വിലയിരുത്താൻ കഴിയും. കാരണം എങ്ങനെയെല്ലാം അന്വേഷണം തടസ്സപ്പെടുത്താൻ കഴിയും എന്നത് സംബന്ധിച്ചായിരുന്നു CMRL-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വീണയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാം തന്നെ തുടക്കം മുതൽ ശ്രമിച്ചത്. അത് ഡൽഹി കോടതിയിലാണെങ്കിലും ഒപ്പം തന്നെ ബംഗളൂരു കോടതിയിലാണെങ്കിലും എല്ലാം തന്നെ ഈ കമ്പനികൾ വ്യത്യസ്തമായ ഹർജികൾ നൽകിക്കൊണ്ട് അന്വേഷണം തടയാൻ പല ഘട്ടത്തിലും ശ്രമിച്ചു. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടന്ന ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല, SFIO അന്വേഷണം നടന്ന ഘട്ടത്തിലും ഇത്തരത്തിൽ ആ അന്വേഷണം തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. എന്നാൽ അതിനെല്ലാം തന്നെ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ഡിവിഷൻ ബെഞ്ച് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. സമഗ്രമായ അന്വേഷണത്തിന് തന്നെ പച്ചക്കൊടി കോടതി കാണിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഒരു മാസപ്പടി കേസ് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കടക്കമുള്ള പങ്കാളിത്തം, ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലെ ഉന്നത ബന്ധങ്ങളുണ്ടായിരുന്ന ആളുകൾക്കുള്ള പങ്കാളിത്തം, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കടക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമുഖ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ഈ യോഗത്തിൽ, ED മേധാവി തന്നെ പങ്കെടുക്കുന്ന യോഗത്തിൽ ഇനിയുള്ള ഒരു തീരുമാനങ്ങൾ എന്ന് പറയുന്നത് തുടർ നടപടികൾ എങ്ങനെയെല്ലാം ആയിരിക്കണം, ആർക്കെല്ലാമാണ് സമൻസുകൾ നൽകേണ്ടത്, വീണയ്ക്കും സരണസ് കർത്തയ്ക്കും ഒപ്പം മറ്റാരെയെല്ലാം സമൻസ് നൽകി വിളിച്ചു വരുത്തേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇനിയുള്ള ഘട്ടത്തിൽ നിലവിലുള്ള രേഖകളുടെ പരിശോധന പൂർത്തിയാക്കി ഇനി തീർക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഇവിടെ ചർച്ചയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഈ യോഗത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ചർച്ചയ്ക്ക് വരുന്നുണ്ട്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി പുറത്തിറങ്ങുമ്പോൾ അവർ ആക്രമിക്കപ്പെട്ട സംഭവമാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ കൂടി ED മേധാവിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടാകും.